ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് നാളെ ഹർത്താൽ. സ്വകാര്യ വാഹനങ്ങൾ തടയുമെന്നും വ്യാപാരികൾ കടകളടച്ച് സഹകരിക്കണമെന്നും സംഘാടകർ അറിയിച്ചു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് നാളെ ഏപ്രിൽ 28 ചൊവ്വാഴ്ച ഹർത്താൽ പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ദളിത് ആദിവാസി സംഘടനകളും ചേർന്നാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താൽ തുടരും. ക്യാമ്പസ് കൊലപാതകങ്ങൾക്കെതിരായ പ്രതിരോധമായാണ് ഈ ഹർത്താൽ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വ്യക്തമാക്കി. നിതിൻ രാജിന്റെ മരണത്തിൽ ഉത്തരവാദികളായ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുക, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുക, രോഹിത് വെമുല ആക്ട് നടപ്പാക്കുക, കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, കൂടാതെ ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. 60ഓളം സംഘടനകൾ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചതായി ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. അതേസമയം ഹർത്താൽ ദിനത്തിൽ സ്വകാര്യ വാഹനങ്ങൾ തടയുമെന്നും വ്യാപാരികൾ കടകൾ അടച്ചു സഹകരിക്കണമെന്നും സംഘാടകർ അഭ്യർത്ഥിച്ചു. അവശ്യ സർവീസുകളായ പാൽ വിതരണം, പത്രം, ആശുപത്രികൾ എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബസ്സുകളിൽ KL-15 എന്ന ബ്രാൻഡിൽ സ്വന്തം കുടിവെള്ളം വിൽക്കാൻ KSRTC ഒരു കുപ്പിവെള്ളത്തിന് 13 രൂപ നിരക്കിൽ ഈടാക്കും. കേരള സർക്കാരിന്റെ ഔദ്യോഗിക കുപ്പിവെള്ള ബ്രാൻഡായ ഹില്ലി അക്വയുടെ ചേർന്നാണ് പദ്ധതി. കേരള സർക്കാരിന്റെ ഔദ്യോഗിക കുപ്പിവെള്ള ബ്രാൻഡായ ഹില്ലി അക്വയാണ് KL-15 എന്ന പേരിൽ കുടിവെള്ളം നൽകുന്നത്. ഒരു കുപ്പിവെള്ളം വിൽക്കുമ്പോൾ 2 രൂപ കണ്ടക്ടർക്കും 1 രൂപ ഡ്രൈവർക്കും കമ്മീഷനായി നൽകും. എന്നാൽ തൊഴിലാളി യൂണിയനുകളും കണ്ടക്ടർമാരും ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തു വന്നിട്ടുണ്ട്. എതിർപ്പ് മറികടക്കാൻ ആദ്യഘട്ടത്തിൽ സ്വിഫ്റ്റ് ബസ്സുകളിൽ കരാർ ജീവനക്കാരെ കൊണ്ട് ഉടൻ കുടിവെള്ള വിൽപ്പന ആരംഭിക്കുമെന്നാണ് വിവരം. കുപ്പിവെള്ള വിൽപ്പനയ്ക്കായി പ്രത്യേക രജിസ്റ്റർ ടിക്കറ്റ് ആൻഡ് ക്യാഷ് വിഭാഗത്തിൽ പരിപാലിക്കണമെന്ന് മാനേജ്മെന്റ് നിർദ്ദേശം നൽകി. ഈ രജിസ്റ്ററിൽ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്ന സ്റ്റോക്ക്, ഓരോ തവണയും വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ എണ്ണം, അവശേഷിക്കുന്ന സ്റ്റോക്ക് എന്നിവ കൃത്യമായി രേഖപ്പെടുത്തണമെന്നും പറയുന്നു. കണ്ടക്ടർമാർക്ക് നൽകുന്ന കുപ്പിവെള്ളത്തിന്റെ കണക്ക് ATM വേ ബില്ലിൽ രേഖപ്പെടുത്തും. ഓൺലൈനായി സീറ്റ് റിസർവ് ചെയ്യുന്ന യാത്രക്കാർക്കും ഒരു കുപ്പിവെള്ളം നൽകാനും ആലോചനയുണ്ട്. വെള്ളത്തിന്റെ തുക ടിക്കറ്റിനോടൊപ്പം ഈടാക്കും. ഒരു ദിവസം 2 ലക്ഷം ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന നടക്കുന്ന സാഹചര്യത്തിൽ 8 ലക്ഷം രൂപ ഇതുവഴി ലാഭമുണ്ടാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ബജറ്റ് ടൂറിസം യാത്രക്കാർക്കും കുപ്പിവെള്ളം നൽകും. റിസർവേഷൻ, കൂപ്പൺ, എൻക്വയറി കൗണ്ടറുകളിലും കുടിവെള്ള വിൽപ്പനയുണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KECB യോഗത്തിൽ തീരുമാനം. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായതിനാൽ 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വൈദ്യുതി നിയന്ത്രണം വരും. വൈദ്യുതി മുടക്കം SMS ആയി അറിയിക്കും. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലാണ് നിയന്ത്രണം നടപ്പിലാക്കുന്നത്. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയായിരിക്കും നിയന്ത്രണം. SMS വഴി മുൻകൂട്ടി അറിയിക്കും. പ്രദേശത്തിന്റെ സാഹചര്യവും വൈദ്യുത ഉപയോഗ തോതും പരിഗണിച്ചായിരിക്കും നിയന്ത്രണം ഏർപ്പെടുത്തുക. പീക്ക് മണിക്കൂറുകളിലെ വൈദ്യുതി ഉപയോഗം ക്രമീകരിച്ച് സഹകരിക്കണമെന്ന് KECB അഭ്യർത്ഥിച്ചു. പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള വൈദ്യുതി ആവശ്യകതയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. ആഭ്യന്തര ഉൽപ്പാദനം പരമാവധി കൂട്ടിയും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയെത്തിച്ചും എല്ലാ ഉപഭോക്താക്കൾക്കും ഇടതടവില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് വകുപ്പെന്നും KECB അറിയിച്ചു. വേനൽച്ചൂട് ക്രമാതീതമായി വർദ്ധിച്ചതോടെയാണ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നത്. ഈ താൽക്കാലിക പ്രതിസന്ധി തരണം ചെയ്യാൻ വൈകുന്നേരം 6-നും രാത്രി 11-നുമിടയിൽ വൈദ്യുതി ഉപയോഗം പരമാവധി കുറച്ച് സഹകരിക്കണമെന്ന് KECB അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബ്രഹ്മപുരത്ത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ നിർമ്മിച്ച കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ഇതുവരെ സംസ്കരിച്ചത് 4100 ടൺ നഗരമാലിന്യം. പ്രതിദിനം സംസ്കരിക്കുന്ന മാലിന്യത്തിന്റെ അളവ് 8090 ടണ്ണിലേക്ക് ഉയർന്നു. CBG ഉൽപാദനം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ അത് BPCL പ്ലാന്റിന്റെ ആവശ്യത്തിനായി ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല. പ്രതിദിനം സംസ്കരിക്കുന്ന മാലിന്യം ഘട്ടം ഘട്ടമായി 150 ടണ്ണിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം. കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിൽ ഇതുവരെ 4100 ടൺ നഗരമാലിന്യമാണ് സംസ്കരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പായി ഫെബ്രുവരി 27-നാണ് ബ്രഹ്മപുരത്തെ CBG പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. അതിനു മുമ്പ് തന്നെ പ്ലാന്റ് ട്രയൽ റൺ ആരംഭിച്ചിരുന്നു. 75 ടൺ വീതം ശേഷിയുള്ള 2 ഡൈജസ്റ്റുകളായാണ് പ്ലാന്റിലുള്ളത്. ഈ 2 ഡൈജസ്റ്റുകളിലും നിലവിൽ ജൈവമാലിന്യം നിറച്ച് ഊർജ്ജോൽപാദനം ആരംഭിച്ചിട്ടുണ്ട്. CBG ഉൽപാദനം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും
നിലവിൽ പ്ലാന്റിൽ തന്നെ സുരക്ഷിതമായി കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഉൽപാദനം പൂർണ്ണതോതിലേക്ക് എത്തുന്നതോടെ പൈപ്പ് ലൈൻ വഴി CBG BPSലേക്ക് എത്തിക്കും. റിഫൈനറിയിൽ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനത്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക. 150 ടൺ ജൈവമാലിന്യത്തിൽ നിന്നും 5.6 ടൺ CBGയാണ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. 100 ടൺ ദ്രാവക രൂപത്തിലുള്ള ജൈവവളവും 28 ടൺ ഖരരൂപത്തിലുള്ള ജൈവവളവും ഉപോൽപ്പന്നങ്ങളായി ലഭിക്കും. കൊച്ചി കോർപ്പറേഷനിൽ നിന്നുള്ള ജൈവമാലിന്യമാണ് പ്ലാന്റിൽ സംസ്കരിക്കുന്നത്. മാലിന്യം പ്ലാന്റിലെത്തിക്കാനുള്ള ചെലവ് ഒഴിവാക്കിയാൽ മാലിന്യം സംസ്കരിക്കാൻ കോർപ്പറേഷന് മറ്റ് ചെലവുകളില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.